മൂൺ ഗോഡസ് ഫൈനലി എന്ന് പറയാൻ കാരണം കുറേ കാലമായിട്ട് ഒരുപാട് പേര് എനിക്ക് ഇവരുടെ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല, കിട്ടിയ ഡ്രസ്സുകളൊക്കെ പൊട്ടയാണ്, ഇവർ ചീറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷമായിട്ട് എൻ്റെ ഇൻബോക്സിൽ ഇവരെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിയ കാര്യം എന്താ പറയുക, 4.3 മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ഹാൻഡിൽ, അക്രോസ് ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇവർക്ക് ഇവരുടെ പ്രൊമോഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇവരുടെ ഹാൻഡിലുകളുണ്ട്. ആൻഡ് ഒരാൾ പോലും ഇത്രയും പേര് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടും ഇതിനകത്ത് പോവണ്ട അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നൊന്നും മേടിക്കണ്ട എന്ന് തീരുമാനിക്കുന്നില്ലല്ലോ. അതെന്താ അങ്ങനെയെന്നാണ് ഞാൻ ആലോചിച്ചത്. സാധാരണ രീതിയിൽ നമ്മളെന്താ കാണാറ്, ഒരു 10 പേര് ചീറ്റ് ചെയ്യപ്പെട്ട പിന്നെ ആ ബ്രാൻഡ് പൊളിയും. ഇത് വർഷങ്ങളായിട്ട് എല്ലാവരും പറയുന്നു ചീറ്റിംഗ് ആണ് എന്നുള്ളത്, പക്ഷെ ബ്രാൻഡ് വളരുന്നു. ഇത് എന്ത് മറിമായെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇന്നലെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 24/7 സാറ്റലൈറ്റ് ന്യൂസ് ചാനലിലും ഞാൻ കണ്ടു ഇവർക്കെതിരെയുള്ള ഒരു സ്റ്റോറി. മീഡിയ വണ്ണിലാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. പുതിയ ട്രെൻഡും മോഡലും പരിചയപ്പെടുത്തി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പരസ്യം. ക്യാഷ് അടച്ച് ബുക്ക് ചെയ്താൽ ഉടൻ ഡെലിവറി എന്നാണ് വാഗ്ദാനം. കൊച്ചിയിലെ പ്രമുഖ ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും നിരവധി പേരാണ് വഞ്ചിക്കപ്പെട്ടത്. 1 വർഷമായിട്ടും പണവുമില്ല, വസ്ത്രവുമില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷന് ലഭിച്ചതാട്ടെ 486 പരാതികൾ. ഈ വഞ്ചിക്കപ്പെട്ടവരിൽ 90% സ്ത്രീകളും. എൻ്റെ പേര് അംബിക. ഞാൻ TCS വർക്ക് ചെയ്യുന്നു, ഇൻഫോ പാർക്കിൽ. ഞാൻ മൂൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനൊരു ടോപ്പും ഷോളും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തത്. ഈ കോംബോ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല, 70 to 90 വർക്കിംഗ് ഡേയ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. 70 to 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവർ ആവാത്തത്. ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിൽ കയറി ഓർഡറിൻ്റെ സ്റ്റാറ്റസ് പലതവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിന് തീ പിടിച്ചു, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നശിച്ചു പോയി, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 തവണ ഒരേ മെസ്സേജ് തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. എൻ്റെ പേര് ലിസി. എൻ്റെ വീട് ഇവിടെ എറണാകുളത്ത് ചിറ്റൂര് തന്നെയാണ്. ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ ഫെബ്രുവരി 21 ഓർഡർ ചെയ്തതാണ്. ഞാൻ ക്രെഡിറ്റ് കാർഡിലാണ് ഓർഡർ ചെയ്തത്, ഞാനും ഫ്രണ്ടും കൂടി. EMI ഇട്ടിട്ട് അതുപോലും അടച്ചു കഴിഞ്ഞു. പക്ഷെ സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്നേക്കിപ്പോൾ ഒരു 230 ദിവസം കഴിഞ്ഞു, ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല. അവരെ വിളിച്ചാലും കിട്ടത്തില്ല, അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. മെയിൽ അയച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യില്ല. ഒരു ഇതുമില്ല. ഇത്രയും നാളായിട്ട് ഒരു വിവരവും ഇല്ല അതിനെക്കുറിച്ച്. ഓഫീസിൽ മറ്റാർക്കെങ്കിലും ഇതേ അനുഭവം ഉണ്ടോ? അതെ, ഉണ്ട്. ഞങ്ങളിപ്പോൾ 1-2 പേരായി ഇത് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലേഡി തന്നെ ഇതേപോലെ അവിടെ ചെന്ന് കസ്റ്റമൈസേഷൻ കൊടുത്തതാണ്. 10,000 രൂപയുടെ ഫ്രോക്കായിരുന്നു. അത് നശിച്ച രീതിയിലാണ് കിട്ടിയത്, പറഞ്ഞ രീതിയിലൊന്നുമല്ല. 10,000 രൂപ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിക്ക് വേണ്ടേ ചെയ്ത് കൊടുക്കാൻ. അപ്പം അത് ആകെ കൊളായി. അത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കണതാണ് അവർക്കെതിരെ. പിന്നെ അവർ തന്നെ ഡിസംബറിൽ ഓർഡർ ചെയ്താണ്, അതും ഇതുവരെ കിട്ടിയിട്ടില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി ഇപ്പോൾ സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 4 മില്യൺ ഫോളോവേഴ്സുള്ള ഈ മൂൺ ഗോഡസ് എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനം ഇപ്പോഴും സജീവമാണ്. മൂൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് 486 പേര് ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള പരാതി വരെ പോലീസിന് ലഭിച്ചിട്ടും ഒരു രീതിയിലും ഇവർക്കെതിരെ ഒരു ആക്ഷനും ഇതുവരെ എടുത്തില്ല. ആൻഡ് ദേ ആർ സ്റ്റിൽ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോവാണ്. ഇത് എന്ത് പവർ, മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ, എന്ത് പവറാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല സീരിയസ്ലി. ബിക്കോസ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയും, ഒരു സാധാരണ ഒരു കട നാട്ടിലിപ്പോൾ ഒരു നോർമൽ ഷോപ്പിൽ ഒരാൾ പോയി ഒരു ഡ്രസ്സ് വാങ്ങി, അവരത് തിരിച്ച് വീട്ടിലെത്തി ഒരു വാഷ് കഴിഞ്ഞപ്പോൾ അത് മോശമാണെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഒരു കടയിൽ ചെന്നു, അവരൊരു കടയിൽ അത് ഒരു ഡിസൈൻ ചെയ്യാൻ, കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രസ്സിന് കൊടുത്തു. അത് അവർക്ക് പറഞ്ഞ സമയത്ത് കിട്ടിയില്ല. ഭൂകമ്പം സംഭവിക്കില്ലേ? നിങ്ങൾ ആലോചിക്കുക, ആ കട പിന്നെ അവിടെ ബാക്കി വെച്ചേക്കുമോ നാട്ടുകാർ?
അല്ലെങ്കിൽ ഈ ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത ഒരാൾ ഇപ്പോൾ ഓൺലൈനിലാണെന്ന് വിചാരിച്ചു, ഓക്കെ, കുറേ അധികം മിന്ത്ര ഉണ്ട്, അജിയോ ഉണ്ട്, അങ്ങനെ സ്ത്രീകളുടെ വേറെ കുറേ നമ്പർ ഓഫ് കുറേ ആപ്പുകളുണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിനകത്തു നിന്നൊക്കെ ഓരോരുത്തരും പ്രൊഡക്ട്സ് വാങ്ങാറുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഈ ഒരു എന്താ പറയുക, മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ ഓൺലൈൻ ടീം ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടും? സാധാരണ രീതിയിൽ ഇപ്പോൾ വൻ ചീറ്റിംഗ് ആണെങ്കിലും വളരെ ക്വാളിറ്റി, ഇപ്പം മീഷോൻ്റെ ഒക്കെ അവസ്ഥ അറിയാം, മീഷോ വളരെ ക്വാളിറ്റി കുറഞ്ഞ സംഗതിയാണെന്നും ബാക്കി എന്താ പറയുക മിന്ത്രയാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി അങ്ങനത്തെ കുറേ സൈറ്റുകളുണ്ട്. ഞാൻ മോസ്റ്റ്ലി മിന്ത്ര ഉപയോഗിക്കുന്നത്, ഞാൻ അങ്ങനെ മിന്ത്ര എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ സൈറ്റുകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സാണ് അപ്പുറത്ത് കിട്ടുക എന്ന് പറഞ്ഞിട്ട് ആളുകളെ ടാഗ് ചെയ്ത് ഇപ്പോൾ കുറേ പേരൊക്കെ മീഷോ വാങ്ങാതെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ അവസ്ഥയൊക്കെ വരുമ്പോൾ ഇവർ എന്നാലും ഇത്രയും പേര് ചീറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്ര പേർക്ക് പ്രൊഡക്ട്സ് കൊടുക്കാതിരുന്നിട്ടും ഒന്നും ഇവർക്ക് ഒരു പുല്ലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതെങ്ങനെ, ഹൗ ദാറ്റ്സ് ഹാപ്പനിങ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഇത്രയും വീഡിയോസ്, ഞാൻ കുറേ വീഡിയോസ് ഇന്നലെ മുതലിരുന്ന് കണ്ടു, ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ നമ്മൾ സുഡിയോയിലോ മാക്സിലോ അങ്ങനെ ഓൺലൈനിലായിട്ട് നമുക്ക് കിട്ടുന്ന അവരുടെ സ്റ്റോറുകളും ഉണ്ട്, ഓഫ്ലൈനായിട്ട് കിട്ടുന്ന സ്റ്റോറുകളുണ്ട്. സോ ഓഫ്ലൈനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറുകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മളിട്ട ഡ്രസ്സ് തന്നെ ചിലപ്പോൾ ഒരു 10-20 ആൾ നിൽക്കുന്ന കൂട്ടത്തിൽ വേറൊരാളിട്ട് കാണും. അങ്ങനെ ഒരു സീനുണ്ട്. എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ കൂടുതൽ ആകൃഷ്ടരാകുന്നത് ഇവർ കസ്റ്റമൈസ് ചെയ്ത് ഇവരുടെ ഓൺ ഡിസൈൻസിലുള്ള പ്രൊഡക്ട്സാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ആ ഓൺ ഡിസൈൻസിലുള്ള സാധനങ്ങൾ ഭയങ്കര എന്താ പറയുക യുണീക്കായിരിക്കും. അപ്പോൾ കുറേ പേർക്കൊന്നും ആ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ കുറേ പേരെ കയ്യിലൊന്നും കാണുമൊന്നുമില്ല. ഇവരെ ഇറക്കും തന്നെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ തിങ്ക് ചെയ്തെടുക്കുന്ന ആളുകളുണ്ട്, മനസ്സിലായി? അത് യൂഷ്വലി കാണാത്തൊരു പാറ്റേൺ, അല്ലെങ്കിൽ യൂഷ്വലി വേറെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തൊരു സംഗതി വളരെ കുറഞ്ഞ പ്രൈസ് ടാഗിന്. അതാണ് ഇവിടെ ഏറ്റവും രസം. ബാക്കി കമ്പയറിങ് ടു സെയിം പാറ്റേൺ ഓർ സിമിലർ പാറ്റേൺ ഇനി ഇവരുടെ പേജിൽ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റോറിൽ ഒരു 3000-4000 ഒക്കെ ഇടുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 1200-1500 ആ രീതിയിലേക്കൊക്കെ വരുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് പൈസേൻ്റെ ആ ഒരു ഡിപ്രിസിയേഷൻ, കൊള്ളാൻ ഇവിടെ വളരെ കുറവുണ്ട്, ഇങ്ങോട്ട് ഓടാം, ആ പാറ്റേണും അതന്നെ, ഇങ്ങോട്ട് ഓടാം, അല്ലെങ്കിൽ ഇതൊരു യുണീക്ക് സാധനമാണ്, ഇങ്ങോട്ട് ഓടാം, വിലയും കുറവാണ്. ഇത് ഭയങ്കരമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഓക്കെ, അത് അവരുടെ ബിസിനസ് ട്രിക്ക്, അത് അവർ യൂസ് ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ ആളുകൾ പെട്ടുപോകുന്ന സീൻ അവിടെയല്ല. ഇവർ പറയുന്ന ഒരു 90 വർക്കിംഗ് ഡേയ്സിൻ്റെ ഒരു സ്കീമുണ്ട്. 90 വർക്കിംഗ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ സാധനങ്ങൾ സെല് ചെയ്യുന്നത്. അപ്പോൾ പലരും യൂഷ്വലി ഒരു പ്രൊഡക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 90 വർക്കിംഗ് ഡേ എന്നൊക്കെ കൂട്ടുന്നത് 3 മാസം. ശരി, ഇത് 3 മാസമല്ല, 90 വർക്കിംഗ് ഡേ എന്നൊക്കെ പറയും വർക്കിംഗ് ഡേയ്സ് ആണ്. അതിൽ സാറ്റർഡേ സൺഡേ അതർ ഹോളിഡേയ്സ് ഒന്നും പെടില്ല. അപ്പോൾ 90 വർക്കിംഗ് ഡേ ബാങ്ക് വർക്കിംഗ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ ചിലർ അങ്ങനെ ഓർഡർ കൊടുത്ത് പെടുന്നവരുണ്ട്. പിന്നെ ഇതിനിടയിൽ കൂടി കുറേ ഉഡായിപ്പ് ടീമുകളുണ്ട്. അതായത് കാഞ്ചീവരം ആര്യ സാരി ആ ഒരു സീനിൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പോസ്റ്റ് ചെയ്യുന്ന അതേ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു പേജിലിട്ടിട്ട്, ഇതിപ്പോൾ മൂൺ ഗോഡസിൻ്റെ ഇതേ സാധനം കൊണ്ടുപോയിട്ട് മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേജിലിട്ടിട്ട് വാട്സാപ്പ് വഴി അല്ലെങ്കിൽ ഫോൺ പേയിലും ഗൂഗിൾ പേയിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി ഫേസ്ബുക്ക് വഴിയൊക്കെ ഓർഡേഴ്സ് എടുത്ത് പൈസ റിസീവ് ചെയ്ത്, മൂൺ ഗോഡസ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഈ അതിൽ പോയി പെടുന്നവർ അതിലും കോമഡി പീസുകളാണ്. കാരണം മൂൺ ഗോഡസിൻ്റെ ഒരു 2000 രൂപയ്ക്ക് കണ്ട സാധനം അവിടെ 500 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടും. അത് മൂൺ ഗോഡസിൻ്റെ അതേ സാധനം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടിട്ട് അവിടെ 500 പോകും. എന്നിട്ട് ഇവിടെ വന്ന് മൂൺ ഗോഡസിൻ്റെ അടുത്തൊരു ഇതും നടക്കുന്നുണ്ടാവാം സ്കീം, മനസ്സിലായോ? അപ്പോൾ ഇതിനിടയിൽ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ്. ഓൾറെഡി മറ്റേ അടുപ്പിലൂതുന്ന പരിപാടി, ഇപ്പുറത്ത് അതിൽ ആസനത്തിലൂതുന്ന പരിപാടി കാട്ടുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടും മറ്റേ തട്ടിപ്പപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല പല ലെയറായിട്ടാണ് മൂൺ ഗോഡസിൻ്റെ സ്കീമിലെ ആളുകൾ പോയിട്ട് വീഴുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇവർ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടിനകത്ത്. ഹൈ ടിയേഴ്സ്, അപ്പോൾ ഞാനൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ഇൻഫോം ചെയ്യുന്നു, മൂൺ ഗോഡസ് കൗച്ചറിന് ബുക്കിംഗ് വെബ്സൈറ്റ് വഴി മാത്രമാണ്. നോ വാട്സ്ആപ്പ് ബുക്കിംഗ്, നോ ഇൻസ്റ്റാ ബുക്കിംഗ്, നോ ഫേസ് ബുക്കിംഗ്, ഓൺലി ബുക്കിംഗ് വൈ അവർ വെബ്സൈറ്റ് www.moongoddessculture.com. അപ്പോൾ ഒത്തിരി ഫേക്ക് പേജസ് ഉണ്ട്. മൂൺ ഗോഡസിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നത്. അതായത് ഒത്തിരി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ഒത്തിരി വാട്സപ്പുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നുള്ള വീഡിയോസ് അവർ നമ്മുടെ മൂൺ ഗോഡസിന്റെ പേരിൽ തന്നെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ എന്താ പറയുക ലിങ്ക് ഒക്കെ കവർ ചെയ്തിട്ട് അതിൽ വാട്സ്ആപ്പ് നമ്പറും എന്താ 1500 ഡ്രസ്സ് 150 രൂപ
250 രൂപ നോക്കിടും. നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും, വേഗം ചെന്ന് വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൽ പോകും. അപ്പോഴേക്കും അവർ QR കോഡ് അയച്ചു കൊടുക്കും. QR കോഡ് അയച്ചിടുമ്പോൾ വേഗം അങ്ങ് പേ ചെയ്യും. ആർക്കാണ് പേ ചെയ്യുന്നത്, എവിടെയാണ് പേ ചെയ്തത്? 1500 2000 രൂപയുടെ ഡ്രസ്സൊക്കെ 250 കാണുമ്പോഴേക്കും അങ്ങ് ഓടിച്ചെരങ്ങ് പേ ചെയ്യണം. ആർക്കാണ് പേ ചെയ്യുന്നത് പോലും നോക്കാതെ അത് കഴിയുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ മുൻഗോഡസിന്റെ കമന്റ് ബോക്സിൽ മുൻഗോഡസ് കൗച്ചർ ഫേക്ക് ആണ്, ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു അത് എന്ന് പറയാം. ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യും എന്തായാലും. കാരണം എന്ന് വെച്ചാൽ മുൻഗോഡസിന് വാട്സ്ആപ്പ് ബുക്കിംഗ് ഇല്ല, വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിംഗ് ഉള്ളൂ. എന്തെങ്കിലും കബ്ലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക കേട്ടോ. താങ്ക് യു. ഈ ഓൺലൈൻ ബുക്കിംഗ് നിങ്ങളുടെ ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഈ 480 ചില്ലറ ആൾക്കാർ പോയിട്ട് താങ്ക് യു പറഞ്ഞിട്ട് അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഉടായ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പിലൂതുന്ന തന്നെ ആസനത്തിലൂതുന്ന പരിപാടി കാണിക്കുന്നവരുണ്ട്. തട്ടിപ്പ് നിങ്ങളത് വരെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് തട്ടിപ്പ് കാണിക്കുന്നവരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തിട്ട് വർഷങ്ങളോളം ഇതുവരെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാത്തവരാണല്ലോ താങ്ക് യു പറഞ്ഞവിടെ പോയിട്ട് കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവരെ പറയാതെ നിങ്ങളെ കാര്യം ഒന്ന് നോക്കൂ സ്വയം. മനസ്സിലായി? ഇവരത് നോക്കുന്നില്ല, ഇവർ സ്വയം അത് നോക്കുന്നില്ല. ഇവരുടെ എന്താ പറയുക, ഇവരെയും നക്കി ജീവിക്കുന്നവരാണ് വേറെ പലരും. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പെടരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിങ്ങളെടുക്കുന്നതിൻ്റെ വേറൊരു എന്താ പറയുക അൾട്രാ ഫേക്ക് സ്കീമാണ് അവരെടുക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല ഇത് തമ്മിൽ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതതിനിടയിൽ കൂടി അങ്ങനെ ഒരു സാധനം ഇട്ട് വെക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട് അതിനകത്ത്. ഇനി ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ ഒരു പ്രൊഡക്റ്റും റിസീവ് ചെയ്യാത്ത ആളുകൾ കമൻ്റ് ഇടുമ്പോൾ അതും ഇവർക്ക് മുക്കി ഡിലീറ്റ് ചെയ്ത് വിടാമല്ലോ. ഏത് വളരെ വേറെ ഫണ്ണി ആയിട്ടുള്ളൊരു സാധനം ഞാൻ കണ്ടു. ഇവർ ഒരു ദിവസം നമ്മുടെ ബീന കണ്ണൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ അവർ ശരിക്ക് ആ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് ഈ ഓൺലൈനിലുള്ള ഇതേപോലത്തെ ബ്രാൻഡുകൾ, ഓക്കെ, ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ ഈ മൂൺ ഗോഡസിൻ്റെ ഒക്കെ പേരെടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇവർ അതും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ അറിയായിരിക്കും ഓരോ ഗോഡസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാണും പടമിടുന്നവർ. പക്ഷേ ഇവർ ആക്ച്വലി ദേ ഏൺ ഫ്രം യൂട്യൂബ് ആൻഡ് ദേ സെൽ സ്റ്റുപ്പിഡ് മെറ്റീരിയൽ ഓൺലൈൻ. ഈ 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം അവർ 30 രൂപയ്ക്ക് തരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങി നോക്കും, അല്ല ഇത് എന്തുവാ എന്നൊന്ന് തൊട്ട് നോക്കും. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് ദേ ഗെറ്റ് ലോട്ട് ഓഫ് മണി, ദാറ്റ് ഈസ് ദെയർ ഇൻകം. അപ്പോൾ ഇതൊന്നും ഇപ്പോഴുള്ളവർ അറിയുന്നില്ല. ഈ വരുന്ന തുണി എന്തുവാണെന്നോ ആ തുണി കൊള്ളാവോ എന്നോ റീയൂസബിൾ ആണോ എന്നോ ഒന്നും അറിയുന്നില്ല. ഈ പറഞ്ഞതിൽ ഗോഡസ് എന്ന് ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്കറിയാം, സാരില്ലേ. കാരണം അതും ഞാനൊരു പ്രൗഡായിട്ട് തന്നെ കാണുന്നു. കാരണം ഒരു കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി ചോദിക്കാതിരുന്ന ഒരു സമയത്തും ഒരു നമ്മളെ, അതായത് ഗോഡസ് അല്ലെങ്കിൽ മൂൺ ഗോഡസ് എന്ന ഒരു കാര്യത്തെ ഓർത്ത് എന്താ പറഞ്ഞതിന് അത് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിലൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ ഇതുവരെ നമുക്ക് 6 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഇതുവരെ ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല. അത് യൂട്യൂബിലും ഇല്ല, ഇൻസ്റ്റാഗ്രാമിലും ഇല്ല. അത് മാത്രമല്ല, ചെറുപ്പം മുതൽ നമ്മൾ ആരെ പോലെ ആവണമെന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് പറയുമായിരുന്നു. ആള് തന്നെ എന്റെ പേര് പറയാതെ പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. എന്തിനേയും പോസിറ്റീവായിട്ട് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റില്ലേ? പറ്റും. ഉയരങ്ങൾ കീഴടക്കും ഇങ്ങനെ പോയാ. അതായത് ഇതില് കോമ്പറ്റീറ്ററിനെ കുറിച്ച് ചോദിച്ചപ്പോഴല്ല ബീന കണ്ണൻ ഇവരുടെ പേരെടുത്ത് പറഞ്ഞത്. ഓൺലൈൻ തട്ടിപ്പുകാരെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ബീന കണ്ണൻ ഇവരുടെ പേരെടുത്ത് പറഞ്ഞതെന്നുള്ളത് ഇവർ നൈസായിട്ട് മാറ്റി ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള രീതിക്കാക്കി. പിന്നെ ഇവർ ഈ പറഞ്ഞ എന്താ പറയുക, ആക്ച്വലി ഒരു എന്താ പറയുക എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം വേണമല്ലോ. ബിസിനസ്സിനകത്ത് കുറച്ച് എത്തിക്സ് കീപ്പ് ചെയ്യണം. ബീനാകണ്ണൻ പറഞ്ഞൊരു സംഗതി ശരിയാണ്. അതായത് ഓൺലൈനിൽ വന്നിട്ട് ഇപ്പോൾ ചില ആളുകളുണ്ട്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ചില പ്രൊഡക്റ്റുകളൊക്കെ വയ്ക്കും, ഗാഡ്ജറ്റ്സ് എസ്പെഷ്യലി. അതായത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രീതിയിലുള്ള കുറേ ഗാഡ്ജറ്റ്സുകളുടെ വീഡിയോ അവിടെ നിന്ന് ചരണ്ടി തോണ്ടി വന്ന് അത് പ്രൊഫൈലിലിട്ട് ഇത് ഓർഡർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റും ഇല്ല, സാധനവും ഇല്ല, ആളും ഇല്ല എന്നുള്ള അവസ്ഥയിൽ പോകാറുണ്ട്. എന്താ പറയുക, ഓരോരുത്തരുടെ നമുക്കൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായപ്പോൾ ഒരു 1000 പേര് കാണുന്നു ഓൺലൈനിലൊരു സാധനം. ആ 1000 പേര് ആ സാധനം കാണുമ്പോൾ ഒരു 10 പേരോ അല്ലെങ്കിൽ 2 പേരോ ഓർഡർ ചെയ്യാതെ ഒരു എഫേർട്ടും ഇല്ലാത്ത പരിപാടിയല്ലേ ഇത്. ആളെ പറ്റിക്കാൻ ഒരു എഫേർട്ടും ഇല്ലാത്ത പരിപാടിയാണ്. വേണമെങ്കിൽ അത് ചെയ്യാം. ഈ മൂൺ ഗോഡസ് തന്നെ ഞാൻ സംഭവിക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും തറപ്പിച്ച് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ബീനാകണ്ണൻ പറഞ്ഞ പോലെ ഒരിക്കലും പോസിബിൾ അല്ല 1500 അല്ലെങ്കിൽ 2000 രൂപേൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ 2000 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനം കൊണ്ടുപോയിട്ട് 200 രൂപയ്ക്ക് വിൽക്കുക. അപ്പോൾ ആ 200 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുന്നത് തന്നെ
ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുക, ആ ബ്രാൻഡിൻ്റെ പേര് കുറേ സർക്കുലേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു ബീന കണ്ണൻ പറയുന്നത്. അപ്പോൾ മൂൺ ഗോഡസ് പറഞ്ഞാൽ എന്താ, ഇല്ല ഞങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് മറ്റേ വീഡിയോ ഇട്ടിട്ട് പൈസ മേടിച്ചിട്ടല്ല ജീവിക്കുന്നത്, സോഷ്യൽ മീഡിയ എവിടെയും ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. മൂൺ ഗോഡസ് ബേസിക്കലി ഇത് മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. പക്ഷേ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ അൽഗോറിതത്തിൽ നിങ്ങളെ പ്രൊമോഷന് വേണ്ടിയുള്ള വീഡിയോസ് ഇട്ടിട്ട് അതിൽ നിന്ന് വരുന്ന സെയിൽസിൻ്റെ പൈസയ്ക്കാണ് നിങ്ങൾ ജീവിക്കുന്നത്. സോ ബേസിക്കലി നിങ്ങളുടെ വരുമാനം വരുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. മനസ്സിലായില്ലേ? അതിനിപ്പോൾ മോണിറ്റൈസ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പേ ചെയ്യണമെന്നില്ല. പക്ഷെ ആ പ്ലാറ്റ്ഫോമിൻ്റെ പീക്ക് പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ, നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. അതുവഴി ആളുകൾ നിങ്ങളെ എന്ത് കാണുന്നു, നിങ്ങളുടെ വീഡിയോസ് കാണുന്നു. ആൻഡ് അതൊരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധി കൂടിയാണ്. കാരണം സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു തട്ടിപ്പ് നടന്നു എന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി, ഫേസ്ബുക്ക് വഴി, യൂട്യൂബ് വഴി ഒരാൾ വീഡിയോ ഒക്കെ ഇട്ട് തട്ടിപ്പ് നടത്തി. കേസ് കൊടുക്കാൻ പോകുന്നവർക്ക്, പലർക്കും കേസ് കൊടുത്തവർക്ക് അറിയാം, പ്ലാറ്റ്ഫോമിനോട് അവർ ഡിമാൻഡ് ചെയ്യും ഇവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കാര്യങ്ങൾ, അത് ഇതൊക്കെ. ഇതിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും കൈപ്പറ്റാതെയാണ് എന്ത് ചെയ്യുന്നത്, മോണിറ്റൈസേഷൻ ഓണാക്കാതെയാണ് വീഡിയോസ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നല്ല ബുദ്ധിക്ക് കളിക്കുന്നത്, മനസ്സിലായോ? പിന്നെ അതിൻ്റെ ഒന്നും എന്താ പറയുക, ബെനിഫിറ്റ്സ് പറ്റുന്നില്ല. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിൻ്റെ ഒന്നും ബെനിഫിറ്റ് ഇല്ല. മോണിറ്റൈസേഷൻ ഓണാക്കി അതിൽ നിന്ന് പൈസ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതുവഴിയാണ് നിങ്ങളുടെ കച്ചവടം നടക്കുന്നതെന്നും അത് ത്രൂ ആണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പൈസ വന്ന് ഈ ലൈഫ് സ്റ്റൈൽ വന്നതെന്നുള്ളതും ഈ ബ്രാൻഡ് വലുതായെന്നുള്ളതും നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ. പിന്നെ ബീന കണ്ണനെ പോലുള്ളവരൊക്കെ നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞതിൽ നിങ്ങൾ പ്രൗഡ് ആവാം. എങ്ങനെ അറിയോ? ഷീ ഈസ് മൈ കോമ്പറ്റീറ്റർ, എനിക്ക് ഒത്ത എതിരാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഓൺലൈൻ തട്ടിപ്പിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് നിങ്ങളെ പേര് പറഞ്ഞത്. അപ്പോൾ പിന്നെ ചെറുപ്പം മുതൽ നിങ്ങളെ ആരാധിച്ച് വന്ന ആ വ്യക്തി നിങ്ങളെ നല്ലതല്ല പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിവ് വരട്ടെ. ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ നമ്മുടെ പ്രൈവസി ഇല്ലാതാവുക എന്നുള്ളതാണ്. അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ, അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ചിക്കനൊക്കെ തിന്നുവാണെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ച് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒന്ന് ചിക്കൻ എടുത്തൊന്ന് അതിൻ്റെ ലെഗ് പീസ് ഒന്ന് കടിക്കണമെങ്കിൽ അപ്പുറത്ത് നോക്കും, ദൈവം ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട്, ഇനി വല്ല വീഡിയോസൊക്കെ ഇനി വരും, മൂൺ ഗോഡസിൻ്റെ ഓണർ ചിക്കൻ തിന്നുന്നത് കണ്ടോ എന്നൊക്കെ. അങ്ങനെ എനിക്ക് ഓരോ സെക്ഷനുണ്ട്. യു പിക്കാർ മാത്രമായിട്ടൊരു സെക്ഷൻ, ബിഹാറീസ് മാത്രമായിട്ടൊരു സെക്ഷൻ, അതുപോലെ ബംഗാളീസ് മാത്രമായിട്ടൊരു സെക്ഷൻ. കാരണം നമ്മളെല്ലാവരും ഹിന്ദിക്കാരെ പറയറ്റതാണ് ബംഗാളീസ് അല്ല, അങ്ങനെയല്ല. ശരിക്കും പ്രോപ്പർ ഹിന്ദി പറയുന്നവർ യു പിയാണ്, ഉത്തർപ്രദേശാണ്. പിന്നെ ബിഹാറീസ് ഉണ്ട്. അതായത് ഇവർ ഓരോ മേഖലയിലും മികച്ചവരാണ്. അതായത് കുറച്ചും കൂടെ യു പി എന്ന് പറയുന്ന കുറച്ചും കൂടെ അവർ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ഓഫീസ് വർക്കൊക്കെ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് മേൽനോട്ടം വഹിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബെറ്ററാണ്. ബിഹാറീസ് എന്ന് പറഞ്ഞാൽ അവരാണ് ഡൈ, ബ്ലോക്ക് പ്രിൻറ്റ്, അതേപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ. ബംഗാളീസാണ് ഹാൻഡ് വർക്കും സ്റ്റിച്ചിങ്ങും വരുന്നത്. ബിഹാറീസിലും സ്റ്റിച്ചിങ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ കട്ടിങ് വരുന്നത് ബംഗാളീസ് തന്നെയാണ്, ബിഹാറീസിലും വരുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 പേരും ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, സെപ്പറേറ്റ് സെക്ഷനും നീ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ അവരങ്ങനെ ഞാൻ മൂൺ ഗോഡസിന്റെ ഓണർ നാട്ടുകാരെ പറ്റിച്ചുള്ള കാശ് കൊണ്ട് ചിക്കൻ തിന്നണേ എന്നാരെങ്കിലും കണ്ടു പറയുമെന്നുള്ള വീഡിയോ ഉണ്ടായിരിക്കും ഈ പ്രൈവസി പ്രശ്നം. മനസ്സിലായോ? അല്ലാതെ ഇതിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഇടുന്നൊരു ചാനലോ ട്രോൾ വീഡിയോ ഇടുന്നൊരു ചാനലോ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗൊന്നും അല്ലല്ലോ. നടന്നു വരുന്നു, ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, ഇത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അതിലിപ്പോൾ പ്രൈവസി ഇഷ്യൂ എന്താ വരിക വെച്ചാൽ സ്നേഹം കൊണ്ട് വരുന്ന പ്രൈവസി ഇഷ്യൂസ് ആവും, ഹെയ്റ്റ് കൊണ്ട് ഒരിക്കലും വരില്ല. അപ്പോൾ പിന്നെ അത്രത്തോളം പേടിക്കണോ? പ്രൈവസി ഇഷ്യൂവിനേക്കാൾ കൂടുതൽ പേടിയാണ് ഏതെങ്കിലും ഓർഡർ ചെയ്ത് കിട്ടാതെ പോയ ഫാമിലിയോ ബാക്കിയുള്ളവരെ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെ ഞങ്ങളുടെ ഓർഡർ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ 3G ആവും. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് ഒരുപാട് പേര് സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രത്തോളം സ്റ്റാഫുകളുണ്ട്, ഇത്രത്തോളം മാൻ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ടും നിങ്ങൾക്ക് ഓൺ ടൈം ഡെലിവറി നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഈ പറഞ്ഞ ഓൺലൈനിലെ ആളുകളെ പറ്റിക്കുന്ന പരിപാടി മാത്രമേ മര്യാദയ്ക്ക് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ ഡെലിവറിയോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ബാക്കി പരിപാടികളൊന്നും മര്യാദയ്ക്കാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല മാഡം. ഇപ്പോൾ നമുക്ക് മൂൺ ഗോഡസിന് മൊത്തത്തിൽ നമുക്ക് 650 സ്റ്റാഫുണ്ട്. അത് കൂട്ടിയാലും ഇവിടെ എക്സ്പെൻസ് കൂടും. അപ്പോൾ ഈ ഒരു നമുക്ക് 300 ഹാൻഡ് വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഹാൻഡ് വർക്കും ക്ലോത്ത് വന്നു, അതായത് ക്ലോത്ത് സൂററ്റിൽ നിന്ന് മേക്കിംഗ് കഴിഞ്ഞ് സൂററ്റിൽ നിന്ന് കൊൽക്കട്ടയിലേക്ക് പോയി, ഒരാഴ്ച സമയമെടുക്കും അത് കിട്ടാനായിട്ട്. ദെൻ അവിടെ എത്തി കഴിഞ്ഞ് പാറ്റേണും എല്ലാം ക്ലോത്ത് ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഹാൻഡ് വർക്കിന് പോയി, ഹാൻഡ് വർക്കിന് കഴിഞ്ഞ് വന്ന് എന്താ പറയുക കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഹെമ്മിങ്ങിന് പോകും.
ഹെമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുന്നലാണ്. സത്യം പറഞ്ഞാൽ അതെനിക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിലി കുറച്ചും കൂടെ ഒരു 5 ദിവസമെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റും. പക്ഷേ അപ്പം ഞാനും മാർക്കറ്റിലെ കുർത്തിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം അതും കഴിഞ്ഞ് എന്താ പറയുക, അതും കഴിഞ്ഞു, അവിടെ അത്രയും കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമുക്കൊരു 1.5-2 മാസം എടുക്കും. ആ സാധനം പിന്നെ കേരളത്തിലോട്ട് എത്തുവരുവാണ്. അപ്പോൾ ക്യൂസിങ് കഴിഞ്ഞിട്ടില്ല, അയണിങ് കഴിഞ്ഞിട്ടില്ല, അത് കേരളത്തിലോട്ട് വരും. 15 ദിവസം എടുക്കും നമുക്ക് ബൈ റോഡ് ഇവിടെ കിട്ടാനായിട്ട്. ഹൗറേന്ന് ഇവിടെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബണ്ടിൽ പൊട്ടിച്ച് ക്യൂസ് ചെയ്യാം, എല്ലാം ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് അയണിങ്ങിന് പോകും. അയണിങ്ങിന് പോകുമ്പോഴും ഒരു ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇത് പാക്കിങ്ങിന് പോകും. അത് പാക്കിങ്ങിനും പോയി എന്താ പറയുക, ഡാറ്റ എൻട്രിയും കഴിഞ്ഞ് പാക്കിങ്ങും കഴിഞ്ഞ് ഡാറ്റ എൻട്രിയും കഴിഞ്ഞ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ അവിടേക്ക് അതങ്ങ് പോകും. അപ്പോഴേക്കും എങ്ങനെയായാലും ഒരു സമയമായിട്ട് അറിയാം. ഇപ്പം നമുക്ക് 3 ഓപ്ഷനിൽ 3 വിലയാണ്. ഒരു 5-6 മാസം കൊണ്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അതിന് 1000-ന് താഴെ ഉണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി ബുട്ടീക്സിൽ 7000-8000 രൂപ പ്രൈസുള്ള സാധനം എൻ്റെ അടുത്ത് ഈ 5-6 മാസം കൊണ്ട് കിട്ടണതാണെങ്കിൽ ചിലപ്പോൾ അത് 1000-ന് താഴെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ നമ്മൾ അതൊരു ഓപ്ഷൻ, ലോ പ്രൈസ് വിത്ത് നോർമൽ ഡെലിവറി. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പ്രസ് ഡെലിവറി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് 20 വർക്കിംഗ് ഡേയ്സിൽ, അതായത് ഒരു മാസത്തിൽ നമുക്ക് കിട്ടും. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ വില ഒരു 3000-4000 വിലയുണ്ട്. ഇനിയിപ്പോൾ അതുമല്ല, എനിക്ക് 1 മാസം കൊണ്ടല്ല, എനിക്ക് 2 ദിവസം കൊണ്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കസ്റ്റമൈസേഷനിലോട്ട് മാറും. അപ്പോൾ ഈ എക്സ്പ്രസ് ഡെലിവറിയുടെ വിലയാവില്ല തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കേ ഇങ്ങനെ പറയും, ഇപ്പോൾ കളിയാക്കും, ഇന്ന് ബുക്ക് ചെയ്താൽ 16 അടിയന്തരത്തിന് കിട്ടും, അല്ലെങ്കിൽ കല്യാണത്തിന് ബുക്ക് ചെയ്താൽ കൊച്ചുണ്ടാവുമ്പോൾ കിട്ടും എന്നുള്ളത്. അതായത് നമ്മുടെ നിന്ന് വാങ്ങാത്തവരൊക്കെ പറയും. അപ്പം ഞാൻ ചോദിക്കും, ഓപ്ഷൻ ഉണ്ടല്ലോ, സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ, പതുക്കെ മതി എന്നുള്ളത് സ്വന്തം ചൂസ് ചെയ്യുന്നതല്ലേ, നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെബ്സൈറ്റ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ നമുക്ക് ഉണ്ടല്ലോ. അതിന് എനിക്ക് നാട്ടുകാരോട് ചോദിക്കുന്നത്, ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിടേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ? ലാസ്റ്റ് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അറിയേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക്? ഓപ്ഷൻ ഉണ്ടല്ലോ, വേറെ ബ്രാൻഡിൽ വേറെ ഇഷ്ടംപോലെ പാറ്റേണിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ മൂൺ ഗോഡസിൻ്റെ അവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, നാട്ടിൽ ഏതെങ്കിലും ടൈലർ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചേട്ടനോ ചേച്ചിക്കോ കാണിച്ചു ക്ലോത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരടിച്ചു തരൂടി. ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, ഇനി എനിക്ക് മനസ്സിലായ മൂൺ ഗോഡസിൻ്റെ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതായത് മൂൺ ഗോഡസ് ഒരു പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നു, ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ ഡിസൈൻ ചെയ്യുന്നു. അതിലൊരു 1-2 ഡ്രസ്സ് അവർ സ്റ്റിച്ച് ചെയ്യുന്നു. ആദ്യം തന്നെ അവരുടെ ഒരു ക്ലോത്തിലൊരു കളറിൽ 1-2 ഡ്രസ്സ് അവർ തന്നെ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്ത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ലേഡി തന്നെ വീഡിയോ ഇടുന്നു, ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ ഇടുന്നു. അപ്പോൾ ബേസിക്കലി ആ പാറ്റേൺ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ഓർഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം അവർക്കൊരു 50-60 ഓർഡർ കിട്ടിയെന്ന് വിചാരിച്ചു. ഞാൻ വളരെ കുറച്ച് കണക്കാണ് പറയുന്നത് കേട്ടോ, 50-60 ഓർഡർ കിട്ടി. ഈ 50-60 ഓർഡറിൽ അവർക്ക് ഈ 50-60 ഈ ഡിസൈനിലുള്ള ക്ലോത്തുകൾ ഉണ്ടാക്കണം. അപ്പോൾ അവർ ഓർഡർ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ 50-60 ഓർഡറും വരുന്നത് എങ്ങനെയാണ്? ഇവർ 3 ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോൻ്റെ അടിയിൽ ചിലപ്പോൾ കൊടുത്തു കാണും, അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തു കാണും. ഇന്ന ഡിസൈനിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1020 രൂപ പേ ചെയ്യുക. അതന്നെ അവർക്ക് എക്സ്പ്രസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, 1000-ൽ നിന്ന് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നേരെ ഇടിച്ച് കയറി 5000-ലെത്തും. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്രസ് ആയിട്ട് കിട്ടും. അങ്ങനെ എക്സ്പ്രസ് ആയിട്ട് അവർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? ഓൾറെഡി അവർ ഈ ഡിസൈനിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ടാക്കി വെച്ചല്ലോ, 1-2 ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ റീൽ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അതിൽ എത്ര ഓർഡർ വരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതേ പ്രൊസീജിയർ ഇവർക്ക് ഒന്നും കൂടി എടുക്കണം. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ് ഓർഡറിൽ ഇട്ട ഒരാൾക്ക് ചിലപ്പോൾ അവർക്ക് ഒരു മാസം കൊണ്ട് ആ ഡ്രസ്സ് കൊടുക്കാൻ പറ്റും. ഇനിയല്ല, കസ്റ്റമൈസ് ചെയ്ത് 2 ദിവസം കൊണ്ട് ഈ ഡ്രസ്സ് കിട്ടണം, 2-3 ദിവസം കൊണ്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ 1020 രൂപേൻ്റെ സാധനത്തിന് 10200 ആവും, ഇരട്ടി വില. ഓക്കെ, 1020 രൂപ 200 രൂപയായിട്ട് ഇരട്ടി വിലയാക്കും. അപ്പോൾ അവർക്ക് 2-3 ദിവസം കൊണ്ട് ടപ്പേന്ന് പറഞ്ഞ ഈ സാധനം ചെയ്യാം. ഇതും നാട്ടിൽ നിന്ന് എടുക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പം ബേസിക്കലി ഇവർ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ പാറ്റേണിൽ പോയിട്ട് നാട്ടുകാർ പെടുകയാണ്. അതാണ് സത്യം. നാട്ടുകാർ പലരും എന്താ വിചാരിക്കുന്നത്, പുറത്ത് മാർക്കറ്റിൽ ഈ ക്ലോത്ത് ഏതാണെന്നൊന്നും അറിയണ്ടാവില്ല, എന്നാലും കണ്ടു കഴിയുമ്പോൾ ഈ ക്ലോത്തിൽ ഈ ഡിസൈനിൽ അമ്മേ ഇപ്പോൾ ശീമാട്ടിയിലോ സിൽക്കിലോ കല്യാണിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5000-6000 മുടക്കേണ്ട സാധനമാണ്. മൂൺ ഗോഡസിനാണെന്ന് പറഞ്ഞാൽ 1200 രൂപയ്ക്ക് കിട്ടും. പക്ഷെ കിട്ടുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ടേ കിട്ടും. 90 ദിവസം എന്ന് ചോദിക്കുമ്പോൾ ഈ
6000-ന്റെയും 10,000-ന്റെയും സാധനം 1000 രൂപ 1500 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ കണ്ണിങ്ങോട്ട് ബൾബായിട്ട് നേരെ പോകും. ഞാൻ 2 മാസം കാത്തിരുന്നാൽ 90 വർക്കിംഗ് ഡേ അല്ലോ, കാത്തിരുന്നാലും കുഴപ്പമില്ല. 90 വർക്കിംഗ് ഡേ ആണ്. 90 വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ 6 മാസത്തിന് മുകളിൽ പോകും. ഡിപ്പെൻഡ്സ് ഓൺ അതർ ഹോളിഡേയ്സ് ആൻഡ് അതർ ഇഷ്യൂസ്. 90 ദിവസത്തിന് മുകളിൽ. മനസ്സിലായില്ലേ? അപ്പം ഇതിൽ ആകൃഷ്ടരായിട്ട് ആളുകൾ പോയിട്ട് പൈസ കൊടുക്കുകയാണ്. 10,000-ന്റെ 1000 കിട്ടും എന്ന് പറഞ്ഞിട്ട് പോയി പൈസ കൊടുക്കും. ബൾക്ക് ഓർഡർ വരുമ്പോൾ ഇവർ അങ്ങോട്ട് സ്റ്റിച്ചിനിടണം ഈ സാധനം. ബൾക്ക് ഓർഡർ സ്റ്റിച്ചിനിടുമ്പോൾ ഇവരിപ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വരാൻ ഒരു 4-5 മാസം പിടിക്കും. അപ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്ത് 90 ദിവസം. ഈ 90 ദിവസം വർക്കിംഗ് ഡേ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നാട്ടുകാർ വിചാരം 3 മാസമായി എന്നാണ്. അപ്പോൾ ജനുവരിയിൽ ഓർഡർ ചെയ്ത ഒരാൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ലാസ്റ്റ്, ഫെബ്രുവരി, മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ പോയിട്ട് മെസ്സേജ് അയക്കും, 90 ദിവസമായി ഞങ്ങൾ ഡ്രസ്സ് എവിടെ. അപ്പം 90 ദിവസമായി ഡ്രസ്സ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ 90 വർക്കിംഗ് ഡേ ആണെന്ന് ഇവർ കസ്റ്റമർ കെയർന്ന് തിരിച്ചു പറയും. അപ്പോൾ അത് 6 മാസമാണ്. അവിടെ പൊളിയും. കാരണം കാത്തിരിക്കില്ലേ, 10,000-ന്റെ സാധനം 1000-ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അത് കിട്ടില്ല. അത് ഈ പറഞ്ഞ 3 മാസം കൊണ്ടല്ല വരിക, 6 മാസം കൊണ്ടേ എത്തും. അപ്പോൾ ഈ പാറ്റേണിലാണ് ആളുകൾ പോയിട്ട് പെടുന്നത്. ചിലർക്ക് അതും കിട്ടുന്നില്ല. അതെങ്ങനെ കിട്ടാതിരിക്കുക അറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ ആരെങ്കിലും ഈ കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞത്, അത് 1 വർഷമായിട്ടും 6 മാസത്തിന് മുകളിലായിട്ട് മൂൺ ഗോഡസ് നിന്ന് ഡ്രസ്സ് കിട്ടാത്തവർക്കുള്ള സീൻ എന്താവും എന്ന് വെച്ചാൽ, ഇവർ ചില ഡിസൈൻസ് ഇടും. അതിൽ ചിലപ്പോൾ 5 ഓർഡർ, 4 ഓർഡർ, 2 ഓർഡറൊക്കെ വന്ന് കാണും. ഇപ്പോൾ ബൾക്കായിട്ട് ഇവർക്ക് ഇത് പ്രൊഡക്ഷനിൽ ഇടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ബൾക്കായിട്ട് പ്രൊഡക്ഷനിൽ ഇടാൻ പറ്റില്ല. മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും ഇവർക്ക്. ഒരു റീലിട്ടു ഇവരൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസൈൻ്റെ, അതിലൊരു 50 റെസ്പോൺസ്, ഒരു 50 ഓർഡേഴ്സ് ആയാലേ ഇവർക്കത് പ്രോഫിറ്റബിളായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ 3-4 ഓർഡർ കൊണ്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ ആ 3-4 ഓർഡറിൽ ഒരു സാധനവും അവർ ഉണ്ടാക്കാൻ പോകുന്നില്ല. റീഫണ്ട് ചോദിച്ചാൽ കിട്ടാനും പോകുന്നില്ല. വേറെ സാധനം സെലക്ട് ചെയ്തു എന്ന് പറയും. പിന്നെ ഡിസ്പാച്ച്, മറ്റേ ഇത് മെയില് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് കണ്ടു. ഞാൻ അതിൽ കൂടെയൊക്കെ പോയി നോക്കുമ്പോൾ കാണുന്നത് ഡിസ്പാച്ച് ചെയ്യുന്നത് ആ ബാച്ചിനെയാണ്, അല്ലാതെ ഇവരുടെ ഓർഡറിനെയല്ല. മനസ്സിലായോ? ഒരു പാറ്റേണിൽ ഇവരുണ്ടാക്കിയ ഒരു 50-60 ഡ്രസ്സിൻ്റെ ബാച്ച് ഡിസ്പാച്ച് ആവുന്നതാണ്. ആ ബാച്ച് ഡിസ്പാച്ച് ആയി ഇവർ ഈ പറഞ്ഞ പോലെ നാട്ടിലെത്തി കഴിഞ്ഞ ശേഷം അയേണിങ്, മറ്റത് മറച്ചത്, ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെയും കിടക്കും ഒരു മാസം 1.5 മാസം. അങ്ങനെ ആകെ മൊത്തം പറഞ്ഞാൽ പൈസ കുറഞ്ഞ് നിങ്ങൾക്കൊരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരവരെ തോന്നിയ സമയത്തേ തരും. അത് നിങ്ങൾക്ക് തോന്നിയ സമയത്ത് കിട്ടിയാൽ മതി എന്നുള്ള രീതിക്കാണെങ്കിൽ നിങ്ങൾ മൂൺ ഗോഡസിന് സാധനം മേടിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷന് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇടാനാണോ, ആ രീതിക്കാണ് നിങ്ങൾ ഒരു ക്ലോത്ത് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെവർ ഗോ ഫോർ ദിസ് മൂൺ ഗോഡസ്. അത് അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഷോപ്പിൽ കയറി എടുക്കുക. അല്ലെങ്കിൽ ഒരു തുണി എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂൺ ഗോഡസിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് ചേട്ടന്മാരെ കൊണ്ട് തയ്പ്പിച്ചു, ചേച്ചിമാരെ കൊണ്ട് തയ്പ്പിച്ചു, പെട്ടെന്ന് സാധനം കിട്ടും. മനസ്സിലായോ? അല്ലാതെ മൂൺ ഗോഡസ് പോയിട്ട് ഞാൻ മൂഞ്ചി എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാ പോണേ? നേരത്തെ പറഞ്ഞ പോലെ യു ഹാവ് ഓപ്ഷൻ ആണോ? അവരെന്നെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1000-ന് സാധനം 10,000-ന് അവർ തരും. അതേ സാധനം ഒരു 1000-ന് നിങ്ങൾക്ക് തരുന്ന സാധനം 10,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് തരും. മനസ്സിലായില്ല? അപ്പോൾ ഇത് ഇനി മനസ്സിലാക്കുക നിങ്ങൾ. ഇവരുടെ ബിസിനസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇവരുടെ ബിസിനസ് ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഈ 400 ചില്ലറ കേസും തീരുമാനമാകത്തും ഇതുകൊണ്ടായിരിക്കും. കാരണം ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മര്യാദയ്ക്ക് വായിക്കാതെ പോയിട്ട് ഈ പറഞ്ഞ ഓർഡർ ചെയ്തിട്ട് പിന്നെ അലറി വിളിച്ച് പോയ ആൾക്കാരായിരിക്കണം അവരൊക്കെ. എന്താണെങ്കിലും ഇതാണ് അവസ്ഥ. ഓക്കെ, അവരവരുടെ ബിസിനസ്സിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് അവർ കണ്ണിങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 10,000-ന്റെ സാധനം 1000-ന് കിട്ടുമ്പോൾ ഓടിച്ചാടി കയറി എടുത്ത് പിന്നെ അതിൽ വള്ളി പിടിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കാതെ അങ്ങനെ പോയി പെടുന്നവരാണ് കരയുന്നത്. ചെയ്യാതിരിക്കുക, അത്രേ പറയാനുള്ളൂ എനിക്ക്. കാരണം നമുക്കിപ്പോൾ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് ഒരു ബ്രാൻഡിൽ ഒരു സാധനം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇഷ്ടം പോലെ കിട്ടാണ്ട്. ഡ്രസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കുകയേ വേണ്ട. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് ഉണ്ടാക്കാൻ വരെ പറ്റും. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമ്മളെ ചുറ്റും. ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാം, ഒരു പർട്ടിക്കുലർ ക്ലോത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഒക്കെ വളരെ പഴയ പോലെ ഒരു തുന്നക്കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ സ്കീമൊന്നും ഇല്ല. വിത്തിൻ 24 hours അടിച്ച് തരുന്ന സ്റ്റിച്ച് ചെയ്യും. വിത്തിൻ 24 അല്ലേ, 2 to 3 hours കൊണ്ട് വരെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന, കസ്റ്റമൈസ് ചെയ്ത് തരുന്ന ഷോപ്പുകളുണ്ട്, ബ്രാൻഡുകളുണ്ട്, ബുട്ടീക്കുകളുണ്ട്. ഓക്കെ, അപ്പോഴാണ് ഇപ്പോഴും നാട്ടുകാർ മൂൺ ഗോഡസിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത്.